കാണുന്നതാണ് എൻ്റെ ഹോട്ട് വീൽസിന്റെ സൈബർ ട്രക്ക് എന്ന് പറയുന്നത്. പെട്ടിയും കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഐറ്റം ഇട്ടിരിക്കുന്നത്. നമ്മുടെ പുതിയൊരു സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു സൈബർ ട്രക്കിന്റെ RC കാർ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടികളൊന്നാണ് നമ്മുടെ ടെസ്ലയുടെ സൈബർ ട്രക്ക് എന്ന് പറയുന്നത്. സോ എൻ്റെ RC കാർ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഈ വട്ടം റേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 1000 താഴെയുള്ളൂ. 990 രൂപ സംതിങ് എന്നൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. സോ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ എല്ലാ വീട്ടിൽ പറയുന്ന പോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഏത് കാർ വാങ്ങണം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് അടിച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കാർ എടുത്തിട്ട് വരാട്ടോ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് തരും ചെറിയൊരു വീഡിയോ ആണ്. ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ കാർ എന്ന് പറയുന്നത് ഒരു ടോയ് ഗ്രേഡ് കാറാണ്, ഹോബി ഗ്രേഡ് കാറൊന്നുമല്ല. നമ്മൾ ഇത്ര നാൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു RC കാർ പോലത്തെ അല്ല. ഇതൊരു സാധാരണ നോർമൽ ടോയ് ഗ്രേഡ് ആണ്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. ടെസ്ലയുടെ RC കാർ ഉണ്ടപ്പോൾ സോ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. എന്തായാലും നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഹോട്ട് വീൽസിന്റെ സൈബർ ട്രക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം അടിപൊളി ഐറ്റാണ്. സോ നമ്മൾ വാങ്ങിക്കണ RC ട്രക്ക് എന്ന് പറയുന്നത്, RC സൈബർ ട്രക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. എന്തായാലും അൺബോക്സ് ചെയ്യാം. റേറ്റ് വന്നിട്ട് ഏകദേശം 1000 താഴെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ മോനെ ഇരിക്കണം നമ്മുടെ സൈബർ ട്രക്ക് എന്ന് പറയുന്നത്. പെട്ടിന്ന് പുറത്തേക്ക് എടുക്കാം. പെട്ടിയും കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സോ പെട്ടിയും കാര്യങ്ങളും പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ നോക്കുമ്പോൾ TSL പിക്കപ്പ് ഇവിടെ 1:14 സ്കെയിലൊരു RC ട്രക്കാണ്. ഇതൊരു ടോയ് ഗ്രേഡ് ആണ് ഐറ്റം. ഒരു എന്താ പറയുക, ഹോബി ഗ്രേഡ് ഒന്നുമല്ല. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഐറ്റം ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതാണ് എൻ്റെ പെട്ടിയും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ആ കാണുന്ന ട്രക്കിനെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, വാവ്, എൻ്റെ മോനെ അടിപൊളി, ഒന്നും പറയാനില്ല. സോ ഈ ഒരു ചാർജർ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് റിമോട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് സൈബർ ട്രക്ക് എന്ന് പറയുന്നത്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കണ്ട സെയിമാണ് ഐറ്റം. ഇത് നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും. അടിപൊളി. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് അഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ സ്ക്രൂ വന്നിട്ടുണ്ട്. സ്ക്രൂ അല്ല, അങ്ങനത്തെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ RC ട്രക്ക് ഇതേ എടുക്കാൻ പറ്റുള്ളൂ. ഉള്ളിലത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സ്റ്റീറിംഗ് ഒക്കെ പക്ക അതുപോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോർ വീൽ ഡ്രൈവ് അല്ല, എൻ്റെ ബാക്കിലത്തെ ടയർ മാത്രമേ കറങ്ങുള്ളൂ. നമുക്ക് ഇതിൻ്റെ അടിയത്തെ ബാറ്ററിയും കാര്യങ്ങളും നോക്കി നോക്കാം. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. കണക്ട് ചെയ്ത് തുറക്കണം. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ കാണുന്ന ടെസ്ല RC മോഡലിൽ വന്നിരിക്കുന്നത്. സംഭവം അടിപൊളിയാണ് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഷോക്കപ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നോർമലാണ്. ഈ കാണുന്ന ടയർ ഇങ്ങനെ അമക്കാൻ പറ്റുന്ന ടയറൊന്നുമല്ല, നല്ല ഹാർഡാണ്. സോ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന റിമോട്ട് എടുത്ത് നോക്കി നോക്കാം. ഈ കാണുന്നതാണ് റിമോട്ട് എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ത്രോട്ടിൽ ബാക്ക് പോകാനായിട്ട്, ഫ്രണ്ട് പോകാനായിട്ട്, പിന്നെ ലെഫ്റ്റ് റൈറ്റ്. ഈ കാണുന്ന സ്വിച്ച് ഒന്നും വർക്കിംഗ് അല്ല. സോ ഒരു നോർമൽ റിമോട്ടാണ് വന്നിരിക്കുന്നത്, ബേസിക് ആയിട്ട് റിമോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. എന്തായാലും നമുക്ക് ഇതിൽ റിമോട്ട്, സോ ഈ റിമോട്ടിൽ നമുക്ക് ബാറ്ററിയും കാര്യങ്ങളും ഇട്ട് കൊടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന റിമോട്ടിൽ ഇടാനുള്ള ബാറ്ററി ഞാൻ എടുക്കുന്നത് നമ്മുടെ ഡ്യൂറാസെലിൻ്റെ ബാറ്ററീസ് ആണ് എടുക്കുന്നത്. സോ ഡ്യൂറാസെലിൻ്റെ ഇവിടെ AAA ആൽക്കലൈൻ ബാറ്ററിയും അതേപോലെ AA ആൽക്കലൈൻ ബാറ്ററി ഉണ്ട്. സോ നമുക്ക് ആവശ്യമുള്ളത് ഈ കാണുന്ന AA ആൽക്കലൈൻ ബാറ്ററിയാണ്. ഞാൻ എന്തുകൊണ്ട് നമ്മുടെ ഡ്യൂറാസെലിൻ്റെ ബാറ്ററീസ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കാണുന്ന ബാറ്ററീസ് നമ്മുടെ നോർമൽ ബാറ്ററി പോലെയല്ല. നമ്മുടെ നോർമൽ ബാറ്ററി യൂസ് ചെയ്യുന്നതിനേക്കാൾ 2 മടങ്ങ് അധികം നാളെ നമുക്ക് ഈ കാണുന്ന ഡ്യൂറാസെലിൻ്റെ ബാറ്ററീസ് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 2x ലോങ്ങർ നമുക്ക് നോർമൽ ബാറ്ററിയേക്കാളും നമ്മുടെ ഡ്യൂറാസെൽ ബാറ്ററീസ് ഒക്കെ നിൽക്കുന്നതാണ്. കാണുന്ന ഡ്യൂറാസെൽ ബാറ്ററീസ് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കേടാവില്ല. അതുപോലെ തന്നെ ലീക്കേജും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. സോ ഈ കാണുന്ന ബാറ്ററിയിൽ നിന്ന് കാണാൻ പറ്റും ഇവിടെ ലീക്കേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമ്മുടെ ഈ കാണുന്ന ഡ്യൂറാസെലിന്റെ ബാറ്ററീസിൽ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാണുന്ന 2 ബാറ്ററി എടുത്തിട്ട് നമ്മുടെ ഈ കാണുന്ന റിമോട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഡ്യൂറാസെലിന്റെ ബാറ്ററീസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്യൂറാസെലിന്റെ ബാറ്ററീസ് 2 ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന ബാറ്ററി എടുത്തിട്ടുണ്ട്. ഒരു ബാറ്ററി കൂടെ എടുത്തു. സോ നമ്മുടെ ഈ കാണുന്ന റിമോട്ടിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കാറിലുള്ള ബാറ്ററി ഇതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓൺ ആക്കി നോക്കാം. നമ്മുടെ ത്രോട്ടിൽ കൊടുക്കാൻ പോവാണ്. എടാ, ഇവിടെ നമ്മുടെ ടയർ കറങ്ങണമെന്ന് കാണാൻ പറ്റും. ടയർ കറങ്ങുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാക്കിലത്തെ ടയർ മാത്രമേ കറങ്ങുള്ളൂ, ഫ്രണ്ടിലത്തെ ടയർ കറങ്ങില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇതിൻ്റെ തിരിയണമെന്നുണ്ടല്ലോ, അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഞാൻ അത് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ആ കാണുന്ന സൈബർ ട്രക്കിൻ്റെ സ്പീഡും കാര്യങ്ങളും അതിൻ്റെ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അധികമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് ടോയ് ഗ്രേഡ് ആണ്. സോ നമ്മുടെ കാർ അവിടെ വെച്ചിട്ടുണ്ട്. സോ ഈ ഭാഗത്തേക്ക് നമുക്ക് ഓടിച്ചു നോക്കാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടെന്ന്. ഈ കാണുന്നതാണ് സ്പീഡ്. ഭയങ്കര ക്യൂട്ടാണ് ഐറ്റം. എടാ,
അടിപൊളി ഇങ്ങനെ ഓടിക്കാനൊക്കെ പറ്റും. വാവ്. ഇത് നമ്മുടെ ക്യാമറ നമ്മുടെ കാറിൻ്റെ മേലെ വെച്ചേക്കണേ. സോ ഓ അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. വാവ്. സോ നിങ്ങൾ കണ്ട പോലെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 20 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ പെർ അവറിൽ നമ്മുടെ ഹൈറ്റ് ഓടും. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇവനെ നമുക്കൊന്ന് ഓഫ് റോഡ് കൊണ്ടുപോയിട്ട് നോക്കി നോക്കാം. അതെനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല, എന്നാലും ജസ്റ്റ് നോക്കാം. പിന്നെ നമ്മുടെ സൈബർ ട്രക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ പ്രൊട്ടൈൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. സോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മേടിച്ചിട്ട് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ കണ്ടാ ഈ ഫ്രണ്ടിലത്തെ LED ലൈറ്റിനകത്തും കൊള്ളാം. പിന്നെ നമ്മുടെ ഈ കാണുന്ന ടെസ്ലയിൽ ഇത് 4 വീൽ ഡ്രൈവ് ആണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ എന്തായാലും ഒരു 1000 രൂപയ്ക്ക് ഇത്ര തന്നെ കിട്ടിയത് ഭാഗ്യം. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഓടിച്ച് നോക്കാം. ഇവിടെ ഓടിക്കാൻ വേണ്ടി കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ഓടിക്കാനൊക്കെ പറ്റും. സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്പീഡ്. വാവ്. സോ നമ്മൾ ചെയ്യാറുള്ള പോലെ നമ്മൾ ഈ കാണുന്ന ട്രക്കിനെ ഈ കാണുന്ന കല്ലിൻ്റെ മേലെ കയറ്റാൻ പറ്റാൻ നോക്കാം. സോ അതിൻ്റെ അടിയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഭയങ്കര കുറവാണ്, എന്നാലും നമുക്ക് കയറാൻ പറ്റാൻ നോക്കാം. ഓ ഗൈസ് അവിടെ സ്റ്റക്കായി. സാധനമില്ല, നമുക്കിതിൻ്റെ മേലെ ജസ്റ്റ് ഓടാൻ നോക്കാം. ഇല്ല ഗൈസ്, ഓടുന്നില്ല. ഓ എളുപ്പമല്ല. നമ്മുടെ വീടിൻ്റെ ഉള്ളിലും പിന്നെ അതേപോലെ റഫല്ലാത്ത ഏരിയസിലൊക്കെ ഓടിക്കാനാണ് നമ്മുടെ ഇത് പറ്റുള്ളൂ. നോർമൽ ടോയ് ആയാൽ മോട്ടറിനത്രയും പവറും കാര്യങ്ങളൊന്നുമില്ല. സോ അത്രയ്ക്കുള്ളൂ നമ്മുടെ ടെസ്ലയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഓക്കെ ബൈ.